എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കേൾക്കണേ. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ടോ? പലരും നിരീശ്വരവാദിയായി മാറുന്നത്, പലരും യുക്തിവാദികളായി മാറുന്നത്, പലരും അല്ലാഹുവിനെ വിമർശിക്കുന്നത്, പലരും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരല്ലാഹനെ അറിഞ്ഞില്ല, അവര് മുത്ത് റസൂലുള്ളാഹിനെ അറിഞ്ഞില്ല, മുത്ത് ഇസ്ലാമിനെ അവരറിഞ്ഞില്ല, മുത്തൗലിയാക്കൾ അവരറിഞ്ഞില്ല. ആരാണ് പ്രിയപ്പെട്ടവരെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇസ്ലാം? ഇസ്ലാം തീവ്രവാദികളുടെ മതമല്ല, ഇസ്ലാം ഭീകരവാദികളുടെ മതമല്ല, ഇസ്ലാം ആളെ കൊല്ലുന്ന മതമല്ല, ഇസ്ലാം രക്തപ്പുഴ ഒഴുകാൻ പറയുന്ന മതമല്ല, ഇസ്ലാം പിടിച്ചു പറയുന്ന മതമല്ല, ഇസ്ലാം മറ്റുള്ള ആരാധനാലയങ്ങളെ പൊളിക്കണമെന്ന് പറഞ്ഞ മതമല്ല, ഇസ്ലാം മറ്റു മതക്കാരെ കൊല്ല് തീർക്കണമെന്ന് പറഞ്ഞ മതമല്ല, ഇസ്ലാം അതേ ലൗ ജിഹാദിന്റെ മതമല്ല, ഇസ്ലാം നാർക്കോട്ടിക് ജിഹാദുള്ള മതമല്ല. കൃത്യമായി ഞാൻ പറയുന്നു, ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമാക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, പ്രഭാഷകനായ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ജനറലായി പ്രസംഗിക്കുന്ന ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് എന്നോട് പറയാണ്, എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഇസ്ലാം ലൗ ജിഹാദിൻ്റെ മതമാണ്. ഞാൻ അവിടെ നിന്ന് ആ മനുഷ്യനോട് ചോദിച്ചു, അതെങ്ങനെയാണ് ഒരാളെ പ്രേമിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? കാരണം ഒരാൾ നാവുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിമാവില്ലല്ലോ. എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണേ. ഒരാൾ നാവുകൊണ്ട് പരസ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവനെ മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല, അവനെ മുഅ്മിനാണെന്ന് പറയാൻ കഴിയില്ല. ഒരാൾ അബ്ദുള്ള എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുകയില്ല, ഒരാൾ മുഹമ്മദ് എന്ന പേര് വെച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുകയില്ല, ഒരാൾ ഹംസ എന്ന പേര് വെച്ചത് കൊണ്ട് മുസ്ലിമാവുകയില്ല, ഒരാൾ അവിടെ നിന്ന് അബ്ദുൽ ഖാദർ എന്ന പേര് വെച്ചത് കൊണ്ട് മുസ്ലിമാവുകയില്ല. പിന്നെന്ത് വേണം? അവൻ്റെ ഉള്ളിൽ നിന്ന് ആരും നിർബന്ധിക്കാതെ, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ, പണം കിട്ടിയതിൻ്റെ കാരണത്താലോ, അതുപോലെ സ്വർണം കിട്ടിയതിൻ്റെ കാരണത്താലോ, അതുപോലെ സ്ഥലം കിട്ടിയതിൻ്റെ കാരണത്താലോ, പെണ്ണ് കിട്ടിയതിൻ്റെ കാരണത്താലോ, മണ്ണ് കിട്ടിയതിൻ്റെ കാരണത്താലോ ഒരാൾ അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ അവിടെ നിന്ന് മനസ്സുകൊണ്ടെന്താണ്? അല്ലാഹയെ വിശ്വസിച്ചില്ല. ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ ആ മനുഷ്യന് മുഅ്മിൻ എന്ന് പറയാൻ കഴിയുമോ? അവനെ അവിടെ നിന്ന് സഹോദരങ്ങളെ മുസ്ലിം എന്ന് പറയാൻ കഴിയുമോ? അവൾ മുസ്ലിം ആവണമെങ്കിൽ ഒരു പാവപ്പെട്ട സഹോദരി, ഒരു ഹൈന്ദവ സഹോദരി, അവൾ ജമീല എന്ന പേരിട്ടുകൊണ്ട് ഒരു ഹമീദ് എന്ന് പറയുന്ന പുരുഷന് വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവൾ അവിടെ നിന്ന് ജമീല എന്ന പേര് കിട്ടത് കൊണ്ട് മാത്രം, ഹമീദ് എന്ന പുരുഷനെ കണ്ടത് കൊണ്ട് മാത്രം, അവനെ സ്വീകരിച്ചത് കൊണ്ട് മാത്രം അവൾ മുസ്ലിം ആകുന്നില്ല. അവൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? ജമീല എന്ന് പറയുന്ന ഒരു മുസ്ലിമത്തായ യഥാർത്ഥമായ പേരുള്ള ഒരു മുസ്ലിമത്തായി മാറണമെങ്കിൽ എന്ത് വേണമെന്നറിയുമോ? അവൾ നിർഭയത്വത്തോടുകൂടി സ്വയം അവളുടെ ഉള്ളുകൊണ്ട് അവിടെ നിന്ന് ഉറപ്പിച്ചുകൊണ്ട് നാവ് കൊണ്ട് പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിമാകുന്നത്. എങ്ങനെയാണ്
ഒരു പെണ്ണിന് വേണ്ടി ഒരാൾ അവിടെ നിന്ന് നാവ് കൊണ്ട്, ഒരാണിന് വേണ്ടി ഒരാൾ പ്രേമം നടിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് അവിടെ നിന്ന് ഷഹാദത്ത് ചെല്ലുമ്പോൾ മുസ്ലിമാകുന്നത്, അതല്ലെങ്കിൽ ഒരു മണ്ണ് കിട്ടുമ്പോൾ, സ്വർണം കിട്ടുമ്പോൾ, ദീനാറുകളും ദിർഹമുകളും കിട്ടുമ്പോൾ, ജോലി കിട്ടുമ്പോൾ, വിസ കിട്ടുമ്പോൾ, സ്ഥാനം കിട്ടുമ്പോൾ, അധികാരം കിട്ടുമ്പോൾ, മനസ്സിൽ മറ്റൊന്ന് വറച്ചു വെച്ച് നാവ് കൊണ്ടൊരു മനുഷ്യൻ അവിടെ നിന്ന് പറയുമ്പോ മുസ്ലിമാകുന്നതെങ്ങനെ? ഒരിക്കലും മുസ്ലിം ആവുകയില്ല. പിന്നെ ഒരാള് മനസ്സുകൊണ്ട് ഉറപ്പിച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. പെണ്ണിന് വേണ്ടിയല്ല, മണ്ണിന് വേണ്ടിയല്ല, ദീനാറുകൾക്ക് വേണ്ടിയല്ല, ദിർഹമുകൾക്ക് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, ജോലിക്ക് വേണ്ടിയല്ല, വിസക്ക് വേണ്ടിയല്ല, ഒന്നിനും വേണ്ടിയല്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരാണ് യഥാർത്ഥ മുസ്ലിമിന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ, ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് മുസ്ലിമാക്കാൻ, ഒരാളെയും പ്രേമിച്ചുകൊണ്ട് മുസ്ലിമാക്കാൻ, ഒരാളെയും പണം കൊടുത്തുകൊണ്ട് മുസ്ലിമാക്കാൻ, ഒരാളെയും അവിടെ നദാ മണ്ണ് കൊടുത്തുകൊണ്ട്, വീട് കൊടുത്തുകൊണ്ട്, ജോലി കൊടുത്തുകൊണ്ട് മുസ്ലിമാക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാം ഹൃദയത്തിന്റെ ഉള്ളിലാണ്, മനസ്സിന്റെ ഉള്ളിലാണ് കേട്ടോ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ലെന്നല്ലേ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അറഫാ രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, നിങ്ങൾ കേൾക്കണേ, നിങ്ങൾ കേൾക്കണേ, നിങ്ങൾ കേൾക്കണേ, എൻ്റെ ഹബീബിനെ കേൾക്കണേ, ആമിനയുടെ മുത്തുമോനെ നിങ്ങൾ കേൾക്കണേ, അബ്ദുല്ലാന്റെ പുന്നാര പൂമോനെ നിങ്ങൾ കേൾക്കണേ. ഈ അടുത്ത് ഞാനൊരു പ്രസംഗം കേട്ടപ്പോ എനിക്ക് വല്ലാതെ വേദന വന്നു പോയി. ആളെ പേര് ഞാൻ പറയുന്നില്ല, ആളെ നാട് ഞാൻ പറയുന്നില്ല, അയാളെ വിമർശിക്കാനും ഞാനില്ല. ഹിദായത്ത് കൊടുക്കേണ്ടവൻ അല്ലാഹുവാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഹിദായത്ത് എപ്പോഴും നീ നിലനിർത്തി തരണം അല്ലാ. മുത്തുബടവൂര് പാപ്പാന്റെ ഹക്കുകൊണ്ട്, മുത്തുമഹാന്മാരുടെ ഹക്കുകൊണ്ട്, മുത്തുബദരീങ്ങൾ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാ, അല്ലാ, ഞങ്ങൾ ഉസ്താദുമാരും മാതാപിതാക്കളും ഞങ്ങളെ മുൻഗാമികളും കാണിച്ച സിറാത്തുൽ മുസ്തഖീം എന്ന വഴിയിലൂടെ ഞങ്ങൾ എപ്പോഴും നിലനിർത്തി തരണം അല്ലാ. ആ വഴിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലും നിന്റെ ലിഖാഅ് കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണമല്ലാ. അതുകൊണ്ട് ഹിദായത്തില്ലാത്ത വിമർശിക്കാനും ഞാൻ ആളല്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗ്, വമാ അലൈനാ ഇല്ലൽ ബലാഗ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് ആശിച്ചില്ലേ, അവര് മുസ്ലിം ആവണം അല്ലാ, അവര് മുസ്ലിം ആവണം അല്ലാ എന്ന ചിന്ത വന്നപ്പോ അല്ലാ പറഞ്ഞതെന്താണ്? വമാ അലൈനാ ഇല്ലൽ ബലാഗ്. ഹിദായത്ത് കൊടുക്കേണ്ടവൻ അല്ലയാണ്, ഹിദായത്ത് നൽകേണ്ടവൻ അല്ലയാണ്. അതിലാർക്കും അവകാശമില്ല. പിന്നെ പറയണോ പ്രിയപ്പെട്ടവരെ പലരുടെയും കാര്യങ്ങൾ, അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ അവരെ കിടക്കാൻ പോകുമ്പോ അവരൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണോ. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ പറഞ്ഞത് സത്യമാണോ? പുന്നാര റസൂലുള്ളാഹി ആരാണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ മദീനയിലേക്ക് ഒരു ബുറുദ ചൊല്ലാം. അമിൻ തദക്കുരി ജി റനിം ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
ആരാണ് പുണ്യ റസൂൽ എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സ്വന്തത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. മുത്തുനബിയുടെ പേരും പ്രശസ്തിക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ആളാവാൻ വേണ്ടിയും മുത്തുനബിയെ ലോകം അവിടുന്ന് ബഹുമാനിക്കാൻ വേണ്ടിയും ആദരിക്കാൻ വേണ്ടിയും ഒരു തെന്നപ്പൊക്കിയായ ഒരാളാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നും അല്ലാഹ് എന്ന് പറയുന്ന ശക്തിയിൽ നിന്നും ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർബന്ധിയാണെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചതെന്നോ ഉമ്മയെ സ്നേഹിക്കാൻ വിടാത്തവരാണ്, ബാപ്പയെ സ്നേഹിക്കാൻ വിടാത്തവരാണ്, ഭാര്യയെ സ്നേഹിക്കാൻ വിടാത്തവരാണ്, മക്കളെ സ്നേഹിക്കാൻ വിടാത്തവരാണ് എന്ന് പറയുന്നവരോട് എനിക്ക് വളരെ സഹതാപമുണ്ട്. നിങ്ങൾ ഹബീബിനെ പഠിച്ചില്ല, അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്കത് ചിന്തിക്കാനുള്ള ശേഷി അല്ല തന്നില്ല. ഹിദായത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കല്ല തുറന്നു തന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാത്തവര് മക്കയിലുണ്ടോ? ബഹുമാനിക്കാത്തവരുണ്ടോ? ഇഷ്ടപ്പെടാത്തവരുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അൽ അമീൻ, അൽ അമീൻ. മദീനയുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സത്യസന്ധനാണെന്നല്ലേ അവിടെ എല്ലാവരും പറഞ്ഞത്. ഒരു ദിവസം അബൂജഹലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിമർശിക്കുന്നവരുടെ നേതാവ് അബൂജഹലാണല്ലോ. അബൂജഹലാണല്ലോ ഏറ്റവും വലിയ നേതാവ്. അവൻ വിമർശിച്ചതുപോലെ ഇനി വിമർശിക്കാൻ ഈ ലോകത്തൊരാൾക്കും കഴിയില്ല. അവൻ പ്രചരിപ്പിച്ച കുപ്രചരണങ്ങളെ പോലെ ഈ ലോകത്ത് ഒരു കുപ്രചരണവും നടത്താൻ ആർക്കും കഴിയില്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നത് ആരുടെ കാരണത്താൽ? അബൂജഹലിന്റെ കാരണത്താലല്ലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് അവിടുന്നതാ അതേ ഒട്ടകത്തിന്റെ ചീന കുടൽമാല ഇടാൻ കാരണക്കാരനായ അബൂജഹലല്ലേ സഹോദരങ്ങളെ. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്ഷരം മുടങ്ങാൻ കാരണം, അവിടുത്തെ വഴി മുടങ്ങാൻ കാരണം, അവിടുന്ന് ഓരോ വഴിക്ക് പോകുമ്പോഴും തടസ്സങ്ങളെ തിരമാലകളെ പോലെ വരാനുണ്ടായ കാരണക്കാരനാരാ? അബൂജഹലല്ലേ പ്രിയപ്പെട്ടവരെ. ആ അബൂജഹലിനെക്കാളും ഒരു വലിയ കുപ്രചരണം നടത്തുന്ന ഒരാളിന് വരാനില്ല. മുത്തുനബിയുടെ നിഷേധിയന് വരാനില്ല, മുത്തുനബിയുടെ എതിരാളിയന് വരാനില്ല. ഒരു ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞില്ലേ, സ്വഹാബത്തെ സ്വഹാബത്തെ സ്വഹാബത്തെ, ഈ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ വിരോധി ആരാണെന്ന് ചോദിച്ചപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, ഖാറൂനാണോ, നമ്രൂനാണോ, ഫിറൗനാണോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് അവിടത്തേക്കല്ലേ അറിയോ. അപ്പോഴാ പറഞ്ഞത്, ഈ ലോകത്ത് ഇബ്രാഹിം നബിയുടെ ശത്രുവാണ്, ഇബ്രാഹിം നബിയുടെ എതിരാളിയാണ് നമ്രൂദെങ്കിൽ, മുസാ നബിയുടെ എതിരാളിയാണ് ഫറോവയെങ്കിൽ, എൻ്റെ എതിരാളിയാണ് അബൂജഹലെങ്കിൽ, ഈ ലോകത്തെ ഏറ്റവും വലിയ എതിരാളി ആരാണെന്നറിയുമോ? എൻ്റെ എതിരാളി അബൂജഹലാണ് സ്വഹാബത്തെ. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ നേതാവ് ഞാനാണെങ്കിൽ, എൻ്റെ ഏറ്റവും വലിയ എതിരാളി അബൂജഹലാണെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ വിരോധി ആരാണ്? അബൂജഹലാണ് സ്വഹാബത്തെ. അതിനേക്കാളും വലിയ യുക്തിവാദിയന് വരാനില്ല, നിരീശ്വരവാദിയന് വരാനില്ല, ദീനിന്റെ നിഷേധിയന് വരാനില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ അബൂജഹലിനോടാണ് ഒരു ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. രഹസ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നത്, അബൂജഹലെ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി എങ്ങനെയാണ്? കളവ് പറയുന്ന ആളാണോ? കളവ് പറയുന്ന ആളാണോ? ആ സമയത്ത് രഹസ്യമായി അബൂജഹൽ അവിടെന്ന് പറഞ്ഞത്, മാ കദബ മുഹമ്മദുൻ ഖത്ത്, മാ കദബ മുഹമ്മദുൻ ഖത്ത്. ഇല്ല മോനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കളവ് പറയൂല, ഒരിക്കലും കളവ് പറയൂല. ഞങ്ങൾ പരസ്യമായി
പരസ്യമായി പറയുന്നത് നോക്കണ്ട, ഞങ്ങൾ പരസ്യമായത് പറയാൻ കാരണം മുത്തുനബി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇസ്ലാം ഇവിടെ വളർന്നു പോകും. ഇസ്ലാം വളരാതിരിക്കാൻ അതിൻ്റെ പ്രബോധകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളനാണെന്ന് പ്രചരിപ്പിക്കലല്ലാതെ മറ്റൊരു നിർവാഹമില്ല. ഏതായാലും ഞാൻ ചുരുക്കുന്നു, ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു. സഹോദരങ്ങളെ പറയുമ്പോൾ അങ്ങനെ വിശദമായി പറഞ്ഞു പോകും. അള്ളാഹു ഇവിടുത്തെ ഹക്ക് കൊണ്ട് നമുക്ക് നല്ല ഈമാൻ തരട്ടെ, അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, നല്ല ബുദ്ധി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടുത്തെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലുള്ള, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വീടുകളിലുള്ള, ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ മാതാപിതാക്കളിലുള്ള, ഭാര്യ മക്കളിലുള്ള, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലുള്ള സർവ്വ ശർറുകളും നീ നീക്കണേ അല്ലാ. എല്ലാ ഇഫ്രീത്തിനെയും കാഫിർ ജിന്നുകളെയും എല്ലാ സർവ്വ ശർറുകളെയും നീക്കി നീ ഹിദായത്തിന്റെ ഈമാന്റെ വാതിലുകൾ ഞങ്ങൾക്ക് എപ്പോഴും തുറന്നു തന്ന ആ വഴിയിലൂടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റഹ്മാനേ.